ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ട, അതായത് ഇടിമരുന്നാണ്. മഴക്കാലത്ത് പ്രതിരോധശേഷി കുറയുന്നത് കൊണ്ട് നമുക്ക് പലവിധ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നടുവേദന, ശരീരവേദന, സന്ധിവേദന, നീർക്കെട്ട്, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായും അതുപോലെ തന്നെ വാതസംബന്ധമായും ദഹനസംബന്ധമായും ഒക്കെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായാണ് പലവിധ മരുന്നുകൾ ചേർത്ത മരുന്നുണ്ടയും മരുന്ന് കഞ്ഞിയും ഉലുവക്കഞ്ഞിയും ഉലുവ ചേർത്തുള്ള ഭക്ഷണങ്ങളൊക്കെ നാം കർക്കിടകത്തിൽ കഴിക്കുന്നത്. രക്തക്കുറവുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ബി.പി, കൊളസ്ട്രോൾ, അമിതവണ്ണം ഇവയൊക്കെ കുറയാനും ഈ മരുന്നുണ്ട് ദിവസം ഒരെണ്ണം വീതം കഴിക്കാവുന്നതാണ്. കർക്കിടക മാസത്തിൽ മാത്രമല്ല, പ്രസവശേഷം സ്ത്രീകൾക്ക് പ്രസവരക്ഷയായും ശരീരം ക്ഷീണിച്ചവർക്കുമൊക്കെ ഈ മരുന്നുണ്ട കഴിക്കാവുന്നതാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ മരുന്നുണ്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. മരുന്നുണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കർക്കിടക മാസത്തിലെ മരുന്ന് കഞ്ഞിയിലെ പ്രധാന കണ്ടൻ്റായ ഞവര അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി നമ്മളിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 250 ml കപ്പിൽ 1 കപ്പ് കറുത്ത എള്ളും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനിവിടെ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് വെച്ചതാണ്. എള്ളിലൊക്കെ ധാരാളം ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാകും. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ അതൊന്ന് അരിച്ചിട്ട് അതിലെ കല്ലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉലുവയാണ്. ഉലുവ ഒരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉലുവ കൂടിപ്പോയാൽ ഈ മരുന്നുണ്ടൊക്കെ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉലുവ കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ചതുപ്പ എന്നൊക്കെ പറയുന്ന ശതകുപ്പയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തന്നെ അയമോദകമാണ്. ഇതൊക്കെ നമുക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ജീരകം, അതായത് ചെറിയ ജീരകമാണ്. ഇതും 1/4 കപ്പ് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കരിഞ്ജീരകമാണ്. ഇത് നമ്മൾ 2.5 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ 1 കപ്പ് നവരരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള കറക്റ്റ് അളവാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആശാളി, അതായത് ഹലീം സീഡ്സ് ആണ്. ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്ത ഉലുവക്കഞ്ഞിയിൽ ആശാളി ചേർക്കുന്നത് കണ്ടിട്ട് 1-2 പേര് ചോദിച്ചിരുന്നു, ആശാളി എന്ന് പറയുന്നത് റാഗിയാണോ എന്ന്. ഇത് റാഗി എന്നല്ല, ആശാളി എന്ന് പറഞ്ഞാൽ മതി. എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ നിന്നും ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. റാഗി എന്ന് പറഞ്ഞത് ഇതാണ്. ഇതിനെ റാഗി, പഞ്ഞപ്പുല്ല്, മുത്താറി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ ഇതും നമ്മളിവിടെ 1/4 കപ്പ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 1/4 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5-6 ഏലക്കയും 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഈ മരുന്നുണ്ട ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നവര അരിയാണ്. ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നവര അരിയിലാണ്. ഇത് നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാനും ശരീരത്തിന് നല്ല ബലം കിട്ടാനും നല്ല ആരോഗ്യം കിട്ടാനും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുമൊക്കെ നവരരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനായിട്ടും ഏതെങ്കിലും സർജറി കഴിഞ്ഞവർക്ക് ഉള്ളിലുള്ള മുറിവ് ഉണങ്ങാനായിട്ടുമൊക്കെ നവരരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. തൂക്കം കുറഞ്ഞ കുട്ടികൾക്ക് വെയിറ്റ് കൂടാനായിട്ടും ഇത് കഴിക്കാവുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ അരിയാണ് നവരരി. ഇത് ഷുഗർ ലെവൽ നോർമലാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഏത് പ്രായക്കാർക്കും എളുപ്പം ദഹിക്കുന്ന ഒന്നാണ് ഈ നവരരി. ഇപ്പം ഞാൻ ഈ നവരരി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും റോസ്റ്റ് ആയാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ സെയിം പാനിലേക്ക് 1 കപ്പ് എള്ള് ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക.
കറുത്ത എള്ളിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആൻറ്റി ഓക്സിഡൻസ്, ബി കോംപ്ലക്സ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുകയും മലബന്ധം അകറ്റുകയും ചെയ്യുന്നു. അതുപോലെ ഷുഗർ കൺട്രോളിൽ വരുത്താനും ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ശരിയായ രീതിയിലാക്കാനും എള്ള് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ കാൽസ്യം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളതിനാൽ രക്തക്കുറവുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും എള്ള് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തലമുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിനും ബ്ലഡ് പ്രഷർ നിയന്ത്രണത്തിലാക്കാനും ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറക്കാനുമൊക്കെ ഇത് സഹായിക്കും. ഇപ്പം ഞാൻ ഈ എള്ളും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നവരാരി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തില്ലേ, അതേ പ്ലേറ്റിലേക്ക് തന്നെ ഇതും ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് മുത്താറി, പഞ്ഞപ്പുല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന റാഗിയാണ്. ഇത് 1/4 കപ്പാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് റാഗി. ഇത് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രണത്തിലാവാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും സ്കിന്നിന് ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ധാരാളം അയൺ ഉള്ളതിനാൽ വിളർച്ച തടയാനും ഇതിൽ ധാരാളം കാൽസ്യം ഉള്ളതിനാൽ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനുമൊക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ റാഗി നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒരേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് 1/4 കപ്പ് മുതിരയാണ്. മുതിരയിലും ധാരാളം അയണും കാൽസ്യവും ഉണ്ട്. അതുപോലെ ഇതിൽ ഹൈ പ്രോട്ടീനും ഹൈ കാലറീസുമാണ്. പക്ഷേ ഇതിൽ നോ ഫാറ്റാണ് ഉള്ളത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്ന്. ഹിമോഗ്ലോബിൻ്റെ കുറവുള്ളവർക്കും മൂത്രത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും സ്റ്റോണിൻ്റെ പ്രശ്നമുള്ളവർക്കും മെൻസസ് ക്രമത്തിലല്ലാത്തവർക്കുമൊക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ 0 ഫാറ്റ് ആയതുകൊണ്ട് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഡൈജഷന് പ്രോബ്ലം ഉള്ളവർക്കുമൊക്കെ മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ മുതിരയും നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് 1/4 കപ്പ് ആശാളി, അതായത് ഹലീം സീഡ്സ് ആണ്. ഇത് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴുകിയെടുക്കും പോലെ കഴുകിയെടുക്കരുത് കേട്ടോ. ഇതിൽ വെള്ളം ഒഴിച്ചാൽ കസ്കസ് പോലെ കുതിർന്ന് വരും. അതുകൊണ്ട് ഇതിൽ വെള്ളം ഒഴിച്ചാൽ നമുക്കിത് ഉണക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നിങ്ങളിതൊരു വൃത്തിയുള്ള നനഞ്ഞ കോട്ടൺ തുണിയിലിട്ടിട്ട് ഒരു 2-3 തവണ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ആശാളിയിൽ ധാരാളം പ്രോട്ടീൻസും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തക്കുറവുള്ളവർക്ക് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കുമൊക്കെ ഇത് കഴിക്കാം. ഷുഗറുള്ളവരും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ആശാളി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ആശാളി നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ചെറിയ ജീരകം, അതായത് നല്ല ജീരകമാണ്. ജീരകം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണ്. ശരീരത്തിലെ കൊഴുപ്പ് നീക്കാനും ദഹനം ശക്തിപ്പെടുത്താനും ഗ്യാസ്, അസിഡിറ്റി, വയറിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ജീരകം കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ജീരകവും നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് 1/4 കപ്പ് ശതകുപ്പയാണ്. ശതകുപ്പ നീര്, വേദന, വാതകഫ രോഗങ്ങൾ, വയറുവേദന, വ്രണം, നേത്രരോഗങ്ങൾ, ദഹനക്കുറവ്, ഹൃദ്രോഗങ്ങൾ, ജ്വരം എന്നിവയെ ശമിപ്പിക്കും. ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ ശതകുപ്പയും നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് 1/4 കപ്പ് അയമോദകമാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് അയമോദകം. പലവിധ ട്യൂമറുകളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള അയമോദകത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മ സംരക്ഷണത്തിനും മികച്ചതാണ്.
ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയത് കൊണ്ട് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർക്കും ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി എന്നിവ ഉള്ളവർക്കും അയമോദകം നല്ലൊരു മരുന്നാണ്. മാത്രവുമല്ല ശരീരത്തിലെ ടോക്സിനുകളെ നീക്കം ചെയ്യാനും ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും അതുപോലെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഒക്കെ ആരോഗ്യത്തിന് അയമോദകം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ റോസ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഒരു സർവ്വരോഗ സംഹാരിയാണ്. ഇത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മരണമല്ലാത്ത മറ്റ് ഏത് രോഗത്തെയും തടയാനുള്ള കഴിവ് കരിഞ്ജീരകത്തിനുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മരുന്നുണ്ട് തയ്യാറാക്കുമ്പോൾ ഈ കരിഞ്ജീരകം വിട്ടുപോകാതെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മരുന്നുണ്ടയുടെ പോഷക ഗുണങ്ങൾ ഒരുപാട് ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇതും നല്ലതുപോലെ റോസ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഉലുവ കൂടിപ്പോകരുത് കേട്ടോ. കൂടിപ്പോയാൽ ഈ മരുന്നുണ്ടക്ക് ഭയങ്കര കയ്പ്പായിരിക്കും. ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറ തന്നെയാണ് ഉലുവ. ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അയണാണ്. അതിന് പുറമെ ധാരാളം പ്രോട്ടീൻസും അന്നജം, ഫൈബർ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഉലുവ ഷുഗറും കൊളസ്ട്രോളും കൺട്രോളിലാവാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തൈറോയിഡിൻ്റെയും പാൻക്രിയാസിൻ്റെയും ഓവറിയുടെയും ഒക്കെ ഫങ്ഷൻസ് ക്രമപ്പെടുത്തുന്നതിന് ഉലുവ മിതമായ അളവിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നെഞ്ചെരിച്ചിൽ, അസിഡിറ്റി, ദഹനക്കേടുള്ളവർക്കും ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന കുറക്കാനും ഉലുവ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഉലുവയുടെ കൂടെ ഏലക്കയും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഉലുവയും നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇനി ഈ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മരുന്നുണ്ടയിലെ ന്യൂട്രിയൻസ് വളരെ വേഗത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, അതായത് ഹെൽത്തി ഫാറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നെയ്യിൽ. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നെയ്യ് ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണ്. നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ബ്രൗൺ കളറാക്കൊന്നും വേണ്ട കേട്ടോ. ഇതിലെ വെള്ളത്തിൻ്റെ അംശം നല്ലതുപോലെ ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. തേങ്ങ ഇതുപോലെ വറുത്തെടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഈ മരുന്നുണ്ട് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. ഇനി നിങ്ങളുടെ അടുത്ത് കൊപ്രയാണുള്ളതെങ്കിൽ അത് എടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലതുപോലെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് ഈ പാനിൽ തന്നെ വെച്ചിരുന്നാൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഈ തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത ഇൻഗ്രീഡിയൻസും ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അതും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുക. ഞാനിതൊരു 2 തവണയായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതും ഈ മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറിയൊരു തരിയോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനും പൊടിച്ചെടുത്തതിന് ശേഷം ഈ മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗറുള്ളവർ ഇതിങ്ങനെ പൊടിയായിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ഇനി ഷുഗറിൻ്റെ അസുഖം ഇല്ലാത്തവർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 350 ഗ്രാം പനഞ്ചക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഉരുക്കിയെടുത്തതിന് ശേഷം ഈ ചക്കരപ്പാനി ചൂടോട് കൂടിയിട്ട് നമ്മൾ പൊടിച്ചെടുത്ത മിക്സില്ലേ അതിലേക്ക് കുറേശ്ശെയായി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ചക്കരപ്പാനി ആദ്യം തന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ചക്കരപ്പാനി കൂടിപ്പോയാൽ നമുക്കിത് പെർഫെക്റ്റ് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ കുറേശ്ശെയായി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നമ്മൾ ഉരുക്കിയെടുത്ത ചക്കരപ്പാനി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലായാൽ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
എന്നിട്ടിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് കയ്യിലൊന്നും പറ്റി പിടിക്കാതെ തന്നെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഇത് ബോളാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ഈ ഒരു വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ബോൾസാക്കി എടുക്കുന്നത്. അപ്പോൾ കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ട്, അതായത് ഇടിമരുന്നാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വരുന്ന ഒരു വർഷം മുഴുവൻ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കർക്കിടകത്തിൽ നമ്മൾ മരുന്നുണ്ടയും മരുന്ന് കഞ്ഞിയും ഉലുവക്കഞ്ഞിയും ഒക്കെ കഴിക്കുന്നത്. മരുന്നുണ്ട പോലെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് മരുന്ന് കഞ്ഞിയും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മരുന്ന് കഞ്ഞിയുടെയും ഉലുവക്കഞ്ഞിയുടെയും ഉലുവ പിഴിഞ്ഞതിൻ്റെയും ഉലുവ ലേഹത്തിൻ്റെയും ഒക്കെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂട്ടാ. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്